നമസ്കാരം, ജയൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ഹെൽത്തിയായ വെജിറ്റേറിയൻ ഡിഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്, പാലക് പനീർ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായ സവോളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. 2 സവോളയും അതുപോലെ തന്നെ 10 വെളുത്തുള്ളിയുടെ അല്ലിയും 1 തക്കാളിയുമാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. അധികം വെജിറ്റബിളൊന്നും ഈ കറിക്ക് ആവശ്യമില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റായി നമ്മൾ ഉപയോഗിക്കുന്നത് പാലക്കും പനീറും തന്നെയാണ്. സവോളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയാണ് കൂടുതലായി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവിനായി മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായി നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ഡ്രൈ റെഡ് ചില്ലിയുമാണ് ഉപയോഗിക്കുന്നത്. അത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാം. തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ബൗള് പനീറും 1 പിടി പാലക്കുമാണ്. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുവാനായി വെച്ചിട്ടുണ്ട്. അതായത് 1 പിടി പാലക്ക് നമുക്ക് ഈ വെള്ളത്തിലിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഈ പാലക്ക് മുങ്ങുവാനായി ആവശ്യമായ വെള്ളം നമ്മൾ തിളയ്ക്കുവാനായി വെക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടും. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 പിടി പാലക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് തണ്ടിൻ്റെ കളറൊന്നും ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. വേറൊരു പാത്രത്തിൽ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഈ പാലക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് ഈ നോർമൽ വാട്ടറിലിട്ട് അതിൻ്റെ ചൂട് കളഞ്ഞ് എടുക്കണം. പാലക്ക് അരച്ചാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത്. ഇപ്പോൾ പാലക്കിൻ്റെ തണ്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. പാലക്ക് കുക്കാവുമ്പോൾ തണ്ട് വളരെ ലൈറ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് ഈ ഐസ് ക്യൂബിനുള്ള ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് പോകും. ഇത് വെള്ളത്തിൽ നിന്ന് കോരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ചൂടേ ഉള്ളൂ. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് അരച്ചെടുക്കാം. മിക്സിയുടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ 3 പച്ചമുളകും അതുപോലെ തന്നെ 3 ഡ്രൈ റെഡ് ചില്ലി കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. സവോള കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇവയെല്ലാം നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ കറിവേപ്പില ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടുകിന് പകരം ജീരകമാണ് ആദ്യം എണ്ണയിലിട്ട് പൊട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സവോള റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ തൊലി ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വൈറ്റ് റൈസിനും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ഡിഷാണ്. വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കൂ. പാലക്കും പനീറുമാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ചേർക്കുന്നതോടെ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും മേടിക്കുന്ന
പാലക് പനീറിൻ്റെ കളറിലേക്ക് ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. പച്ച കളറുള്ള കറി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ സമയത്തിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് പനീർ കൂടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് പനീറാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം പനീർ ഇട്ട് കൊടുക്കുക. പനീർ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ പനീർ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചാറൊന്ന് നന്നായി തിളച്ചതിന് ശേഷം മാത്രം പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പനീർ കൂടി ഇട്ട് കൊടുക്കാം. പനീർ ഗ്രേവിയിൽ നന്നായി ഇളക്കി ചേർക്കുക. പനീർ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോവും. ഇതിലേക്ക് 1/2 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്താൽ ഈ ഡിഷിന് പ്രത്യേക ഒരു രുചിയാണ്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ബട്ടർ മെൽട്ടായി കറിയിലേക്ക് ചേരുവാനായിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ മസാലകളൊക്കെ പനീറിൽ നന്നായി പിടിക്കുക ചെയ്യും. അങ്ങനെ നമ്മുടെ പാലക് പനീർ റെഡിയായിരിക്കുകയാണ്. ഇനിയും അഡീഷണലായി ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കാനില്ല. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലക്കും പനീറും തന്നെയാണ്. അതുകൂടാതെ സവോളയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബട്ടർ ഇതിൽ ഇളക്കി ചേർക്കാം. അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി റെഡിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ വൈറ്റ് റൈസിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചാനലിൻ്റെ പേജുണ്ട്. ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.